നിരന്തരമായ തോൾ വേദന, കൈ പൊക്കുകയോ പുറത്തേക്കൊന്ന് നീട്ടുകയോ ചെയ്യുമ്പോൾ തോന്നുന്ന പിരിമുറുക്കം, എന്തെങ്കിലും പൊക്കുമ്പോഴോ എടുത്തുകൊണ്ട് പോകുമ്പോഴോ തോളുകൾക്ക് തോന്നുന്ന ഒരു ബലക്ഷയം, തോൾ സന്ധി അയഞ്ഞു തൂങ്ങിപ്പോകുന്നത് പോലെ തോന്നുക, തോളിൽ നീർക്കെട്ട്, മുടി ചീകാനായിട്ടുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ ഹുക്ക് ധരിക്കുന്നതിനും കുളിക്കുമ്പോൾ ടവൽ ഉപയോഗിക്കുന്നതിനും അടുക്കളയിൽ ഷെൽഫിൽ എന്തെങ്കിലും വെക്കുന്നതിനുമൊക്കെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മുടെ ഷോൾഡർ ജോയിൻറ്റ് ചലിപ്പിക്കാൻ കഴിയാതെ വരിക. ഫ്രോസൺ ഷോൾഡർ അഥവാ അഡിസീവ് ക്യാപ്സുലൈറ്റിസ് എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. ഫ്രോസൺ എന്ന പദം കേൾക്കുമ്പോൾ തണുത്തുറഞ്ഞ മരവിച്ച ഐസ് പോലെയുള്ള അങ്ങനെ ഒരു ദൃശ്യമാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അത്രത്തോളം വേദനാജനകവും ജോയിൻറ്റിൻ്റെ ചലനശേഷിയെ ബാധിക്കുന്നതുമായ ഒരു അവസ്ഥയായതുകൊണ്ടാണ് അതിന് ഫ്രോസൺ എന്ന പദം കൊടുത്തിരിക്കുന്നത്. പല ചികിത്സകൾ ചെയ്തിട്ടും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഈ ജോയിൻറ്റിനെ ചലിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്താണ് അതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് മനസ്സിലാക്കി നമ്മൾ വ്യായാമം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നതാണ്. നമ്മുടെ ഷോൾഡർ ജോയിൻ്റ് ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള ബോൺ, അതിൻ്റെ പേര് സ്കാപ്പുല എന്നാണ്. ഇനി നമ്മുടെ കൈയുടെ മുകൾ ഭാഗത്ത് വരുന്ന ബോൺ, അതിൻ്റെ പേര് ഹ്യൂമറസ് എന്നാണ്. ഈ ഹ്യൂമറസ് ബോണിൻ്റെ എൻഡ് ഭാഗം ഒരു ബോൾ പോലെയാണ് ഇരിക്കുന്നത്. ഈ ബോൾ ഭാഗം ഈ സ്കാപ്പുല എന്ന് പറഞ്ഞ ബോണിൻ്റെ സോക്കറ്റ് പോലെ ഒരു ഭാഗം, അതിൻ്റെ പേര് ഗ്ലീനോയിഡ് എന്നാണ്. ആ ഭാഗവുമായിട്ട് ചേരുമ്പോഴാണ് ഗ്ലീനോ ഹ്യൂമറൽ ജോയിൻറ്റ് അഥവാ ഷോൾഡർ ജോയിൻറ്റ് ഉണ്ടാകുന്നത്. ഈ ജോയിൻറ്റിൻ്റെ ഉള്ളിലായിട്ട് ഒരു ആവരണമുണ്ട്, അതിൻ്റെ പേരാണ് ക്യാപ്സ്യൂൾ. ഈ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് ഈ ജോയിൻറ്റിന് നല്ല വഴക്കം കൊടുക്കുന്ന ഒരു ഇലാസ്റ്റിക് ഘടനയാണ്. ഈ ഫ്രോസൺ ഷോൾഡർ എന്ന് പറഞ്ഞ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴത്തേക്കും ഈ വഴക്കം നഷ്ടപ്പെടുകയും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ജോയിൻറ്റ് ചലിപ്പിക്കാൻ കഴിയാതെ വരികയും സ്റ്റിഫാവുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അഡീസീവ് ക്യാപ്സുലൈറ്റിസ് അഥവാ ഫ്രോസൺ ഷോൾഡർ എന്ന പദം ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കാം. പ്രത്യേക കാരണങ്ങളൊന്നും ഇല്ലാതെ ഉണ്ടാകുന്ന ഫ്രോസൺ ഷോൾഡറിനെയാണ് പ്രൈമറി ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്നത്. എന്നാൽ സെക്കൻഡറി ഫ്രോസൺ ഷോൾഡർ, അതായത് പരിക്കോ ശസ്ത്രക്രിയയോ മറ്റ് രോഗങ്ങളോ മൂലം തോളുകൾ ദീർഘകാലം അനക്കാതെ വെക്കേണ്ടി വരുന്ന അവസ്ഥ. ഈ സെക്കൻഡറി ഫ്രോസൺ ഷോൾഡറിനെ നമ്മൾക്ക് മൂന്നായി തരംതിരിക്കാം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡയബറ്റിസ്, പ്രമേഹവും തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് അഥവാ ഷോൾഡറിന് ഔട്ട്സൈഡ് ആയിട്ടുള്ള എന്തൊക്കെ അസുഖങ്ങൾ മൂലം ഇതുണ്ടാകാൻ നോക്കാം. കാർഡിയോ പൾമിനറി ഡിസീസ്, ഹൃദയവും ശ്വാസകോശ സംബന്ധവുമായ അസുഖങ്ങൾ, സെർവിക്കൽ ഡിസ്ക്, നമ്മുടെ കഴുത്തിൻ്റെ ഡിസ്കിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, സെറിബ്രോവാസ്കുലർ ആക്സിഡൻറ്റ് അഥവാ സ്ട്രോക്ക്, ഹ്യൂമറസ് ഫ്രാക്ചർ, കൈയുടെ മുകൾ ഭാഗത്തുള്ള എല്ലിനുണ്ടാകുന്ന ഫ്രാക്ചർ, പാർക്കിൻസൺസ് ഡിസീസ്, ഇതൊക്കെ ഫ്രോസൺ ഷോൾഡറിൻ്റെ ഫ്രീ ഡിസ്പോസിങ് ഫാക്ടേഴ്സാണ്. ഇനി ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഷോൾഡറിനെ ചുറ്റിയുള്ള പേശികളാണ് റൊട്ടേറ്റർ കഫ് മസിൽ, അതിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന അസുഖങ്ങൾ. ബൈസെപ്സ് ടെൻഡിനോപ്പതി എന്ന് പറഞ്ഞാൽ ടെൻഡൻ, അതായത് അസ്ഥിയെ പേശിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന കോഡാണ്, ഫൈബ്രസ് കോഡാണ്, അതിനുണ്ടാകുന്ന അസുഖങ്ങൾ. ആർത്രൈറ്റിസ്, ഇങ്ങനെയുള്ള പല കാരണങ്ങൾ മൂലവും സെക്കൻഡറി ഫ്രോസൺ ഷോൾഡർ ഉണ്ടാകും. ഇനി ഫ്രോസൺ ഷോൾഡറിൻ്റെ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. ഒന്നാമത്തെ ഘട്ടമായ അക്യൂട്ട് അഥവാ ഫ്രീസിംഗ് സ്റ്റേജിൽ ക്രമേണ വേദനയുടെ കാഠിന്യം കൂടി വരികയും സന്ധിയുടെ ചലനശേഷി കുറഞ്ഞു വരുന്നതും കാണാം. ഏകദേശം 2 മുതൽ 9 മാസം വരെ ഈ സ്റ്റേജ് നീണ്ടു നിൽക്കുന്നു. രണ്ടാമത്തെ സ്റ്റേജായ ഫ്രോസൺ സ്റ്റേജ് അഥവാ സ്റ്റിഫനിങ് സ്റ്റേജിൽ വേദന ക്രമേണ കുറയുകയും സന്ധിയുടെ സ്വയമേ ഉള്ളതും സഹായത്താലുമുള്ള ചലനശേഷി ഗണ്യമായി കുറയുന്നു. ഈ സഹായത്താലൊന്ന് ഉദ്ദേശിച്ചത് നമ്മൾ കൈകൊണ്ട് ചലിപ്പിച്ചു കൊടുക്കാൻ ശ്രമിച്ചാൽ പോലും സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ സ്റ്റേജായ റെസൊല്യൂഷൻ സ്റ്റേജിൽ ലക്ഷണങ്ങൾ ക്രമേണ കുറഞ്ഞു വരികയും ചലനശേഷി വർദ്ധിച്ചു വരികയും ചെയ്യുന്നതായി കാണാം. വേദനയുടെ കാഠിന്യം മൂലം ഒന്നാമത്തെയും രണ്ടാമത്തെയും ഘട്ടത്തിൽ പേഷ്യൻറ്റിൻ്റെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആകാം. ഫ്രോസൺ ഷോൾഡർ സ്വയം നിയന്ത്രിതമായ ഒരു രോഗമാണ്. കൃത്യമായ ചികിത്സ ലഭിക്കാതെ വരുമ്പോൾ അത് വർഷങ്ങളോളം നീണ്ടു നിൽക്കാം. സന്ധിയുടെ ചലനവും നഷ്ടപ്പെടാം. രോഗത്തെ ബാധിക്കുന്ന ഘടകങ്ങളെ നിയന്ത്രിക്കുകയാണ് ഏറ്റവും പ്രധാനം. അനിയന്ത്രിതമായ പ്രമേഹം നിയന്ത്രിക്കുക, തൈറോയ്ഡ് രോഗങ്ങൾ കൃത്യമായി നിയന്ത്രിക്കുക എന്നത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു. ഈ രോഗത്തിന് 3 ഘട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ഘട്ടത്തിലും എങ്ങനെയാണ് ഫിസിയോതെറാപ്പി മൂലം ഈ രോഗം പരിഹരിക്കുന്നതെന്ന് നമ്മൾക്കൊന്ന് മനസ്സിലാക്കാം.
നിരന്തരമായ വേദനയും ക്രമേണ ജോയിൻറ്റിൻ്റെ ചലനശേഷി കുറഞ്ഞു വരുന്നതും രാത്രിയിലെ ഉറക്കമില്ലായ്മ മൂലവും രോഗി വളരെയധികം വിഷമിക്കുന്നുണ്ടായിരിക്കാം. ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള വേദനസംഹാരി മരുന്നുകളും നീർക്കെട്ട് കുറയ്ക്കാനുള്ള മരുന്നുകളും ഈ ഘട്ടത്തിൽ ഉപകാരപ്രദമാണ്. മരുന്ന് മാത്രം കഴിക്കുന്നതുകൊണ്ട് ഈ ചലനശേഷി തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് രോഗകാരണങ്ങളെക്കുറിച്ചും ഹോം എക്സസൈസ് പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പേഷ്യൻറ്റിന് ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഫിസിയോതെറാപ്പിയിൽ ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. വേദനയുടെ കാഠിന്യം കുറയ്ക്കാനായിട്ട് ഇലക്ട്രോതെറാപ്പി മൊഡാലിറ്റീസും തെർമോതെറാപ്പി മൊഡാലിറ്റീസും ഉപയോഗിക്കാറുണ്ട്. ഇതുകൂടാതെ മസിൽ റിലീസ് ടെക്നിക്ക്, വെരി ജെൻറ്റിൽ ഷോൾഡർ മൊബിലൈസേഷൻ ടെക്നിക്കൊക്കെ വേദന കുറയ്ക്കാനായിട്ട് സഹായിക്കും. അക്യൂട്ട് അഥവാ ഫ്രീസിങ് എന്ന സ്റ്റേജിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വേദനയുടെ ഒരു ഘട്ടമാണ്. അതുകൊണ്ട് വേദന കൂട്ടുന്ന ഘടകങ്ങളെ മാക്സിമം ഒഴിവാക്കുക. അങ്ങനെയുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ഫിസിയോതെറാപ്പിസ്റ്റ് നമ്മൾക്ക് പറഞ്ഞു തരുന്നതാണ്. അതുകൂടാതെ ആ വശം വെച്ച് കിടക്കുന്നത് ഒഴിവാക്കുക, ഹെവി ലിഫ്റ്റിംഗ് ഒക്കെ ഒഴിവാക്കുക. വേദനയുടെ ഒരു ഘട്ടമായതുകൊണ്ട് വളരെ അഗ്രസീവായിട്ടുള്ള എക്സസൈസ് ഒഴിവാക്കി സിമ്പിൾ പെയിൻ ഫ്രീ ആയിട്ടുള്ള എക്സസൈസാണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. സ്ട്രെച്ചിങ് എക്സസൈസും ഓൺലി പെയിൻ ഫ്രീ റേഞ്ച് മാത്രമാണ് ചെയ്യുന്നത്. അത് ചെയ്യേണ്ട രീതി ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. പുള്ളി എക്സർസൈസ് ചെയ്യുന്നത് ഈ ഘട്ടത്തിൽ നല്ലതാണ്. എപ്പോഴും നമ്മുടെ വേദനയുടെ കാഠിന്യം കൂട്ടാത്ത തരത്തിലുള്ള ലോ ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള പെയിൻ ഫ്രീ ആയിട്ടുള്ള എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൂടാതെ കോർ എക്സസൈസായ പെൻഡുലം എക്സസൈസ് ചെയ്യാം. പാസീവ് എക്സസൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രോഗിക്ക് സ്വന്തമായിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റുമ്പോൾ അതിനെ ആക്റ്റീവ് എന്നും, അവർക്ക് അത് കഴിയാതെ വരുമ്പോൾ ആരെങ്കിലും ചെയ്തു കൊടുക്കുന്നതാണ് പാസീവ് എക്സസൈസ്. ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി പാസീവ് എക്സസൈസ് ചെയ്ത് നമ്മുടെ മൊബിലിറ്റി നിലനിർത്താവുന്നതാണ്. ഫ്രോസൺ ഷോൾഡറിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന രോഗിയുടെ പ്രധാനപ്പെട്ട കംപ്ലൈൻറ്റ് അവരുടെ ജോയിൻറ്റ് സ്റ്റിഫ്നെസ് ആണ്, അഥവാ ഡിക്രീസ് റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ്. റേഞ്ച് ഓഫ് മോഷൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ജോയിൻറ്റിൻ്റെ ചലനശേഷിയാണ്. ഷോൾഡർ ജോയിൻറ്റിന് പല ഡയറക്ഷനിലോട്ട് ചലിക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ നമ്മുടെ ശരീരത്തോട് ചേർത്ത് വെച്ചിട്ട് കൈ സൈഡിലേക്ക് നമ്മൾക്ക് ഉയർത്താൻ പറ്റും. അതുപോലെ തന്നെ മുൻപോട്ട് നമ്മൾക്ക് ഉയർത്താൻ പറ്റും, പുറകിലേക്കാക്കാൻ പറ്റും. ഇങ്ങനെ ഈ ജോയിൻറ്റിൻ്റെ ഈ ചലനശേഷിയാണ് ഈ റേഞ്ച് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഗോണിയോമീറ്റർ എന്ന് പറഞ്ഞ ഒരു ടൂൾ ഉപയോഗിച്ച് നമ്മൾക്ക് ഇതിനെ അളക്കാൻ കഴിയും. ഫ്രോസൺ ഷോൾഡറിൽ ഈ മൂവ്മെൻറ്റ് കുറയും, നമ്മൾ ജോയിൻറ്റ് സ്റ്റിഫായെന്ന് പറയുന്നത്. പലപ്പോഴും ഈ ഘട്ടത്തിൽ സ്റ്റിഫ്നെസ് മൂലവും വേദന മൂലവും രോഗി അവരുടെ കൈ ചലിപ്പിക്കുന്ന ഒരു രീതി ഇങ്ങനത്തെ ഈ പിക്ചറിൽ കാണുന്ന ഒരു പാറ്റേണിലായിരിക്കും. ശരീരം അല്പം ചരിച്ചു പിടിച്ചു ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലായിരിക്കും അവർ കൈ ഉയർത്തുന്നത്. സാധാരണയായിട്ട് ഒരു നോർമലായിട്ട് ഒരാൾ കൈ ഉയർത്തുമ്പോഴത്തേക്കും നമ്മൾ ഈ വീഡിയോയുടെ ആദ്യ ഘട്ടത്തിൽ പറഞ്ഞ ആ സ്കാപ്പുല ഹ്യൂമറസ് എന്ന് പറഞ്ഞ ബോൺ ചലിക്കുന്നതിന് ഒരു പ്രത്യേക റിതം ഉണ്ട്. അതിന് സ്കാപ്പുലോ ഹ്യൂമറൽ റിതം എന്നാണ് പറയുന്നത്. എന്നാൽ ഈ ഫ്രോസൺ ഷോൾഡർ വന്ന് ഇങ്ങനെ വേദനയും സ്റ്റിഫ്നെസ്സും മൂലം രോഗി കൈ ചലിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് അതിൻ്റെ റിവേഴ്സ് പാറ്റേണിലായിരിക്കും. ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് അത് പെട്ടെന്ന് മനസ്സിലാക്കാനും അത് കറക്റ്റ് ചെയ്യാനുമായിട്ടുള്ള ടെക്നിക്കുകളുണ്ട്. മാനുവൽ തെറാപ്പി ടെക്നിക്ക് ഉപയോഗിച്ചാണ് അത് കറക്റ്റ് ചെയ്യുന്നത്. അതിന് മൂവ്മെൻറ്റ് വിത്ത് മൊബിലൈസേഷൻ ടെക്നിക്ക്, അങ്ങനെ പലതരത്തിലുള്ള മാനുവൽ തെറാപ്പി ടെക്നിക്കുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ഫിസിയോതെറാപ്പി വളരെയധികം ഉപകാരപ്രദമാണ്. പലപ്പോഴും പേഷ്യൻ്റ് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലും ഈ പ്രോബ്ലം അവർക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് കഴിയാതെ വരുന്നു. അതുകൊണ്ട് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി ഒരു മിററിൻ്റെ മുമ്പിൽ നിന്ന് നമ്മുടെ പ്രോബ്ലം മനസ്സിലാക്കുക. ഈ സ്കാപ്പുലോ ഹ്യൂമറൽ റിതം നമ്മൾ തിരിച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കുക. ഇതുകൂടാതെ ഈ ഘട്ടത്തിൽ നമുക്ക് ജെൻറ്റിലായിട്ടുള്ള റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ്, സ്ട്രെച്ചിങ് എക്സസൈസ്, അങ്ങനെ പല ഹോം എക്സസൈസ് പ്രോഗ്രാമും ഒക്കെ ഫിസിയോതെറാപ്പിസ്റ്റ് നമ്മൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഫിസിയോതെറാപ്പി ഏറ്റവും ഫലപ്രദമാകുന്ന ഒരു സ്റ്റേജാണ് ഈ തേർഡ് സ്റ്റേജ് അഥവാ റെസൊല്യൂഷൻ സ്റ്റേജ്. ഈ ഘട്ടത്തിൽ വേദനയുടെ കാഠിന്യം കുറയുന്നതനുസരിച്ചും റേഞ്ച് ഓഫ് മോഷൻ കൂടി വരുന്നതനുസരിച്ചും കൂടുതലായിട്ട് നമ്മൾക്ക് പ്രോഗ്രസീവ് സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യാവുന്നതാണ്. പേശികളെ ബലപ്പെടുത്താനായിട്ടുള്ള എക്സസൈസ് പല അസിസ്റ്റീവ് ഡിവൈസസിൻ്റെ സഹായത്തോടു കൂടി ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് നമ്മൾക്ക് അഡ്വൈസ് ചെയ്ത് തരുന്നതാണ് ഈ ഘട്ടത്തിൽ. ഫ്രോസൺ ഷോൾഡറിൻ്റെ ഓരോ ഘട്ടത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റിയ ചില സ്പെസിഫിക് ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അത് ആവശ്യമാണെങ്കിൽ തെറാപ്പിസ്റ്റ് അപ്ലൈ ചെയ്യുന്നതാണ്.
വളരെ പെയിൻഫുള്ളും സ്ട്രെസ്ഫുള്ളുമായിട്ടുള്ളൊരു കണ്ടീഷനാണ് ഫ്രോസൺ ഷോൾഡർ. അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ പല ഘട്ടത്തിലും സ്പെസിഫിക് ടെക്നിക്കുകൾ, ഫോർ എക്സാമ്പിൾ ഡീസെൻസിറ്റൈസേഷൻ ടെക്നിക്ക്, ബ്രീത്തിങ് എക്സസൈസ്, അങ്ങനെയൊക്കെ ഒരു തെറാപ്പിസ്റ്റിന് ചിലപ്പോൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ഈ രോഗത്തിൻ്റെ 3 ഘട്ടത്തിലൂടെയും കടന്നു പോകുന്ന രോഗികളെ നമ്മൾക്ക് ഫിസിയോതെറാപ്പി ക്ലിനിക്കിൽ കാണാൻ കഴിയും. ഫിസിയോതെറാപ്പി ഓരോ സ്റ്റേജിലും വളരെ ഇഫക്റ്റീവാണ്. അതെല്ലാം തന്നെ നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി പല ചികിത്സ ചെയ്തിട്ടും നമ്മൾക്ക് റിക്കവറി കിട്ടുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല, നിരാശപ്പെടേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ഒരു ഓർത്തോപീഡിക് ഡോക്ടർക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ ഏത് സ്റ്റേജിലും നിങ്ങളെ സഹായിക്കാനായിട്ട് കഴിയും. ഒപ്പം എക്സർസൈസും ചെയ്യുക, ഫങ്ഷണൽ ആക്ടിവിറ്റീസൊക്കെ നമ്മൾക്ക് നല്ല സ്മൂത്തായിട്ട് ചെയ്യാനായിട്ട് കഴിയും.